നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അയ്യോ ഇവരെന്തൊക്കെയാ കാണിക്കുന്നത്? അറിയില്ല. ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടാതെ വേറെ വഴിയൊന്നുമില്ല. പിന്നെ നിങ്ങളിതെവിടെ പോയതാ? രാജിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, അതിനുവേണ്ടി പോയതാ. ഈ വീട്ടിൽ ഇവളെ താമസിപ്പിക്കുന്ന തന്നെ വലിയ കാര്യമാ. അത് പോരാഞ്ഞിട്ടാണോ ഇവളെയും കൂട്ടി പർച്ചേസ്? എന്താടി നീ ഒന്നും മിണ്ടാത്തത്? ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല അമ്മേ, രാഹുലേട്ട് നിർബന്ധിച്ച് വാങ്ങിത്തന്നതാ. അത് നിന്റെ തലേണ മന്ത്രത്തിന്റെ കഴിവല്ലേ? രാജി, നീ അതേ വയ്ക്കോ, ഞാനിപ്പോ വരാം. അമ്മയ്ക്കിതെന്താ? എന്തിനാ ഇങ്ങനെ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നേ? ഞാനാണോ പ്രശ്നം ഉണ്ടാക്കുന്നേ? നീ കാണിച്ചു കൂട്ടുന്നൊക്കെ ശരിയാണോ? ആ ദരിദ്രവാസിയെ നീ എന്തിനാണോ തലയിൽ കയറ്റി കൊണ്ടു നടക്കുന്നേ? അയ്യോ, എന്താ അമ്മേ, എന്തിനാ കരയുന്നേ? എടാ മോനെ, എന്റെ ദേഹത്ത് കല്ല് വീഴുന്നു. ഈ വീട്ടിലിപ്പോ സംസാരിക്കാൻ ഒരു നിവൃത്തിയില്ല. എന്തെങ്കിലും മിണ്ടിയ കല്ലും ഏറും ചൂരിലടിയുമാണ്. അത് നന്നായി. നീ എന്താ പറഞ്ഞേ? നിങ്ങളൊക്കെ ആവശ്യമില്ലാത്ത കുശുമ്പും പ്രശ്നങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. മനസ്സ് നന്നാക്കിയാ മതി, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. രാഹുൽ, ഞാൻ പറഞ്ഞത് സത്യ. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തല്ലും ഏറും കൊള്ളണ്ടായെങ്കിൽ അമ്മ മനസ്സ് നന്നാക്കണം. ശ്രേയ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങളുടെ വീട്ടിൽ കുട്ടിച്ചാത്തന്റെ സാന്നിധ്യം ഉള്ളതായിട്ടാണ് തോന്നുന്നത്. ചുണ്ണാമ്പ് കൊണ്ടുണ്ടാക്കിയ കല്ലുകൊണ്ടുള്ള ഏറും ചൂരൽ കൊണ്ടുള്ള അടിയും കുട്ടിച്ചാത്തന്റെ സാന്നിധ്യം കൊണ്ടാണെന്ന് ഉറപ്പിക്കാം. ഉഗ്ര പൂജ ചെയ്താവും ഗംഗ ചാത്തനെ വശത്താക്കിയത്. അവളെ ഉപദ്രവിക്കണമെന്ന് ആര് മനസ്സിൽ ചിന്തിച്ചാ പോലും ചാത്തൻ അവരെ വെറുതെ വിടില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യും? എന്നും അവളുടെ അടിമയായിട്ട് ഞങ്ങൾ ആ വീട്ടിൽ കഴിയേണ്ടി വരുമോ? നിരാശപ്പെടണ്ട, ഒരു പരിഹാരമുണ്ട്. എന്താ അത്? എങ്ങനെയെങ്കിലും ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം. തൽക്കാലം 4 യന്ത്രം ജപിച്ച് അത് വീടിന്റെ 4 മൂലയിലും സ്ഥാപിക്കണം. യന്ത്രങ്ങൾ വീട്ടിലുള്ളിടത്തോളം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് അവിടെ നിന്ന് നഷ്ടമായാൽ ചാത്തന്റെ സാന്നിധ്യം വീണ്ടും ഉണ്ടാവും. അതിന്റെ ഫലം എന്താകുമെന്ന് ഊഹിക്കാമല്ലോ. മനസ്സിലായി, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നത് വരെ ഒരക്ഷരം ആരോട് സംസാരിക്കരുത്. ശരി, ശ്രദ്ധിച്ചോളാം.
ഐസ്ക്രീം വേണം ആളു. വേണം വേണം ഗംഗയ്ക്കോ? വേണ്ട. വേണം വേണം വേണം. എന്നാ ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. അങ്ങോട്ടോടല്ലേ? ഏയ്, ഹായ് ഡൊണാൾഡ്. ആളു. താങ്ക് യു. ദേ, എനിക്ക് ഡൊണാൾഡ് തന്നതാ. ആ ഹലോ, വിളിച്ചു. അല്ല, ബീച്ചിലാണ്. ഫാമിലിയായിട്ട് ബീച്ചിൽ വന്നതാ. അയ്യോ, ബലൂണ് പോയി. എന്റെ ബലൂൺ പോയി ഗംഗേ. ഹാ? ഹായ്. ബലൂൺ താ. ബലൂൺ താ. എനിക്ക് ബലൂൺ വേണം. താ. മാളു, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.